തലങ്ങും വിലങ്ങും ലോകം മുഴുവനും എല്ലാ ജില്ലകളിലും എല്ലാ രാജ്യങ്ങളിലും കർത്താവെ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അവർ കർത്താവിനെ അറിയാത്തത് അറിയിക്കുന്നുണ്ട്. 18 ഭാഷകളിലെ പത്രങ്ങൾ 18 രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അവിടെ സുവിശേഷ വേലകളോട് ചേർത്ത് വെച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ധ്യാന കൃപാസനം ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാനങ്ങൾക്കെല്ലാം വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവിടെയെല്ലാം പ്രാർത്ഥനയും സൽപ്രവർത്തികളും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ തന്നെ കർത്താവെ, അനേകം മക്കൾ രോഗികളുടെ ആശുപത്രികളിൽ പോയി താമസിച്ചുകൊണ്ട് രോഗികളെ ബൈസ്റ്റാൻഡായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്തവരെ, തങ്ങൾക്ക് സ്വന്തവും ബന്ധവും ഇല്ലാത്ത ആൾക്കാരെ ഓൾഡ് ഏജ് ഹോമുകളിൽ പോയി അവിടെ തുണിയിലാക്കി കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ കനത്ത സുവിശേഷ വേല നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാ സുവിശേഷ വേലകളും ചേർത്തുകൊണ്ട് ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം ഈ ലോകത്ത് ഈ പ്രാർത്ഥന കേൾക്കുന്നുവോ, ആരെല്ലാം ഹൃദയവേദന അനുഭവിക്കുന്നുവോ, നിങ്ങൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടാൻ ഒരു മാർഗമില്ലെന്ന് ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവ പൈതലെ ഓർക്കുക. ഈ നിമിഷം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കർത്താവ് നിന്നെ വീണ്ടെടുക്കാൻ പോകുന്നു. നിൻ്റെ തിരുമുറുവാർന്ന് വലത് കർത്താവ് മക്കളെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ജീവിത മണ്ഡലങ്ങളിൽ ആരും ഞങ്ങൾക്കില്ല, തങ്ങൾക്കില്ല എന്ന് ചിന്തിക്കുന്നവരെ, ആരും ഞങ്ങൾക്കില്ല, വലിയ കൊടിയ ഭാരവും കൊടിയ വഴക്കുമായിട്ട് ഈ വീട് നരകമാണ് ചിന്തിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് നിൻ്റെ കഴിവിനേക്കാളുപരി സമാധാനം, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ ആശ്വാസത്തിനും ആഹ്വാനത്തിനും അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് സമാധാനം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ കട നിന്നെ ആവശ്യിക്കട്ടെ. നിൻ്റെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഗർഭിണികളായ അമ്മമാരെ ആശീർവദിക്കുന്നു. കിടക്കുന്ന രോഗികളെ ആശീർവദിക്കുന്നു. ഇന്ന് സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടി തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി തൊഴിൽ മേഖലകളിലേക്ക് രംഗങ്ങളിലേക്ക് പോകുന്നവരെ ആശീർവദിക്കുന്നു. കടകമ്പോളങ്ങളിലും അതുപോലെ തന്നെ വ്യാപാരങ്ങൾ നടത്തുന്നവർ അവരുടെ ഉദ്യമങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ ആശീർവദിക്കുന്നു. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലികൾക്കും ഒരു മേൽഗതി കാണുന്നില്ല. കാർഷിക മേഖലയിൽ, മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ വല്ലാത്ത മുതൽ മുടക്കിയിട്ട് അതിൽ നിന്ന് പണം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങളും അസ്വസ്ഥങ്ങളും കടക്കാടും ഞെരുക്കങ്ങളും അനുഭവിക്കുന്ന ഹൃദയങ്ങൾ കർത്താവിനെ നമുക്ക് ആസ്വദിക്കുന്നു. എൻ്റെ കർത്താവ്, ഈ ആശീർവാദം കേൾക്കുന്നവരും ആശീർവാദം കിട്ടുന്നവരും അനുഭവിക്കുന്നവരും അവരുടെ ജീവിതത്തിൽ ഇന്ന് അത് ഹൃദയത്തിന് അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ ആവശ്യം. പരിശുദ്ധമ്മ ദേവമാതാവ്, എല്ലാ വിശുദ്ധന്മാരും മാലാഖമാരും രക്തസാക്ഷികളും എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ.